പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. പണ്ടൊക്കെ കോഴികളെ തപ്പിയായിരുന്നു കുറുക്കന്മാർ വന്നോണ്ടിരുന്നത്. ഇപ്പൊ കോഴി അങ്ങോട്ട് എന്നിട്ട് കുറുക്കൻ എവിടെ ഉണ്ടോന്ന് വെച്ചാൽ ഓടി കയറി കൊടുക്കും. എന്തിനാണോ എന്തോ ഇങ്ങനൊരു ജീവിതം എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ ഗംഭീരമായിട്ട് ഒരു സ്ത്രീക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ളതും സ്വന്തം ഇഷ്ടത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങനെ അധിവസിക്കാമെന്നും കാണിച്ചു തരുന്നതാണ് സജിനയുടെ ജീവിതം എന്നാണ് വ്യക്തമായ തെളിവുകളോടെ ഫിറോസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഫിറോസ് ഈ വീഡിയോ ചെയ്തപ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ആ 43 മിനിറ്റുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുന്ന ഒരു കാര്യം. ഇതെന്റെ ഫസ്റ്റ് പാർട്ട് ആയിരിക്കും. ഈ സെക്കൻഡ് പാർട്ട് ഇതിന്റെ കുഴപ്പം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഈ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തന്നെ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറം കാര്യങ്ങളാണ് ഫിറോസ് ഇതിനകത്ത് അനുഭവിച്ചിട്ടുള്ളത്. അത് വിത്ത് പ്രൂഫ്, എവിഡൻസ്, വീഡിയോസ്. എടാ, ഒരു കല്യാണം കഴിച്ച് ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ മറ്റൊരാളുടെ കൂടെ കല്യാണം കഴിച്ച് ഒളിച്ചോടി പോവുകയാണെന്നുള്ളത് ഈ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞില്ല. നീ അങ്ങ് കുറച്ച് അടങ്ങടാ, ഞാൻ അവൻ്റെ കൂടെ പോയി ജീവിക്കാൻ പറ്റും, നീ ഇന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന നീ അങ്ങ് ചെയ്യടാന്ന്. സാഹചര്യം നീ ആള് കാണാനൊക്കെ കാണുന്ന കണക്കൊന്നും അല്ലല്ലോ നീ. എന്തുവാ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തു ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഇടുന്നുണ്ട്. അപ്പോൾ നിയമപ്രകാരമായ എന്തോ കാര്യങ്ങൾക്ക് മുന്നിലേക്ക് പോകാനുള്ളതാണെന്നൊക്കെയാണ് മനസ്സിലായി. പക്ഷേ കാണിക്കുമ്പോഴാ നമ്മൾ കാണിക്കുന്നതിനകത്ത് ഇത്രയും തന്തയില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടന്ന് മെഴുകുന്നതും ഒരു ഇന്റർവ്യൂ വന്നല്ലോ മറ്റേ ഷാലുവായിട്ട്. അതിനകത്ത് കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെള്ളയടിക്കാനായിട്ടുള്ളൊരു സാധനമാണല്ലോ അതിനകത്ത് വന്നത്. എവിടെ ഫിറോസിന്റെ ഈ ഒരു ഒറ്റ വീഡിയോട് കൂടി ഉണ്ടല്ലോ നീ എന്താണെന്നും നിന്റെ തനിനിറം എന്താണെന്നും നീ ഏത് ലെവൽ വരെ പോകുന്നൊരു പെണ്ണാണെന്നും നീ ഏത് രീതി ജീവിക്കുന്നവളാണെന്നും ഇനി എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നും വ്യക്തമായിട്ട് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ഇനി അതും ആണ് മാനിപ്പുലേഷൻ ആണോ എന്നും പറഞ്ഞുകൊണ്ട് ആരും വരല്. അപ്പം വ്യക്തമായ വോയിസ് ക്ലിപ്പ് സഹിതമുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കാം. ഇല്ല ഇതും കൂടെ കാണിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒക്കത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്താവൂ. ഓക്കെ? എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. ഇവന്റെ പൂക്കുറ്റി ആരാണെന്ന് സംസാരിക്കുന്നത് മനസ്സിലായോ? നാഷണൽ അവാർഡ് ജേതാവായ പൂക്കുറ്റിക്ക് അടിക്കാൻ വേറെ ഒരു കുറ്റിയും കിട്ടിയില്ല. ഈ കുറ്റി പുറത്ത് വന്ന് അടിച്ച്, ഈ കുറ്റിയാണെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ കുറ്റി കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം കുറ്റി എന്ന് പറയാനായിട്ട് കാത്തിരുന്ന കുറ്റിയുടെ കീഴിലോട്ട് അണ്ണന്റെ കുറ്റിയും കൊണ്ട് ചെന്ന്. നല്ല കാര്യം ഉണ്ടായിരുന്നു അണ്ണ കുറ്റിയായിട്ട് ചെല്ലണ്ട. അതുകൊണ്ടല്ലേ അണ്ണ ഇപ്പൊ കുറ്റിപ്പുറത്തിരിക്കുന്ന ഉൾട്രാപ്പിയുടെ അവസ്ഥയായത്. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തുവന്ന് നീ നിന്റെ പ്രബന്ധം നീ തന്നെയാണ് ആണല്ലോ പറയണ്ട, പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇതാണ് നമ്മൾ ഈ പറയുന്ന വീഡിയോയുടെ ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ള 2-3 വോയിസ് ക്ലിപ്പ്. ഇത് തുടർച്ചയായിട്ട് വരും. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ചേച്ചി കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ 9 വീക്ക് ഗർഭിണിയാണ്. അയ്യോ, ഇത് ഞാൻ ഇട്ടതല്ല, എന്റെ വീഡിയോ ഒരു ഹാക്ക് ചെയ്തെടുത്താണ്. എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല ആരോ ഹാക്ക് ചെയ്ത് ഞാൻ 9 മാസം ഗർഭിണിയാണെന്ന് ആരോ എടുത്ത് ചുമ്മാ ഇട്ടത്. എനിക്ക് അതിനെപ്പറ്റി അങ്ങ് ഒരു ധാരണയില്ല. അയ്യോ, കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ വാവോ എന്തൊക്കെ മെഴുകിക്കൊണ്ടിരുന്നത്. എന്നാ പേപ്പർ കള്ളം പറഞ്ഞാൽ DDRC കള്ളം പറയോ? ഇല്ലായിരിക്കും. ഇതാണ് ചേച്ചിയുടെ DDRC റിപ്പോർട്ട്. എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിക്കടി മാറ്റി പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഈ അണ്ണൻ എപ്പോഴാണെന്നറിയോ ഈ ഐഡിയ ഉപദേശിച്ചു കൊടുക്കുന്നത്? ഒരു 1-2 മാസം മുമ്പായിരുന്നു ഫിറോസ് ഭായ് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കറങ്ങി അടിക്കുമെന്നും പറഞ്ഞു ഒരു കുറെ ഗോൾഡൊക്കെ ഇട്ടിരിക്കുന്ന ഒരാൾ ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ
കിസ് അടിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കർമ്മയുടെ ഒരു വീഡിയോ ഇട്ട് അത് ഇട്ടപ്പോഴാണ് ഒരു കുരു പൊട്ടി ഇത് എങ്ങോട്ടുള്ള പോക്കാണെന്നുള്ളൊരു കാര്യം. ഇതിനകത്ത് വ്യക്തമായ കാര്യം എന്താണെന്നറിയോ? ചേച്ചിയുടെ ഇത് രണ്ടാമത്തെ ഗർഭമാണ്. അതായത് മൊത്തം ടോട്ടൽ അങ്ങനെയല്ല, കണക്ക് ഞാൻ പറഞ്ഞില്ല. ടോട്ടൽ വേറെ ആളുടെ ഭാഗത്തുനിന്ന് ഒരു കൊച്ച്, പിന്നെ നമ്മുടെ ഫിറോസിക്കയുടെ കയ്യിൽ നിന്ന് ഒരു കൊച്ച്, പിന്നെ പൂക്കുറ്റിയുടെ ഒരു കുറ്റി, ആ കുറ്റി അലസിപ്പിച്ച് കളഞ്ഞ്, പിന്നെ പൂക്കുറ്റിയുടെ രണ്ടാമത്തെ കുറ്റി. അണ്ണാ വല്ല തൃശ്ശൂര് വെടിക്കെട്ടിനും പോകണ്ട ഇമാരി കുറ്റി കൊണ്ട് നടക്കുന്ന വുമണൈസർ ആയിരുന്നെങ്കിൽ. ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല, അതെല്ലാം ഞാൻ വലിയ പൈസ അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ അന്ന് ഇപ്പോഴല്ലേ, അന്ന് പഴയ പ്രഗ്നൻസി ഒരു ഹോട്ടലുകളിൽ റൂം എടുക്കുന്നത് അതാണെന്ന് പതിവ് ശൈലിയെന്ന് ചേച്ചി പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സാധനം ഞാനിങ്ങനെ എടുത്തു വെച്ച് അകത്തോട്ട് കളഞ്ഞതല്ലല്ലോ, അത് നിങ്ങളായിട്ട് എടുത്തു വെച്ച് കളഞ്ഞതല്ലേ എന്ന്. അയ്യോ, തരുണി മണി സീരിയൽ ഏത് ക്യാരക്ടറാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ഇവരുടെ ക്യാരക്ടറും ഇവരുടെ മുഖവും കാണുമ്പോഴത്തേന് എങ്ങനെയായിരിക്കില്ലേ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫീലൊക്കെ. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. ഓ പൂക്കുറ്റി വാവോ 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 അങ്ങ് തൊട്ടപ്പുറത്ത് സ്വന്തം ഭാര്യയിൽ 2 പിള്ളേരുണ്ട്. അവിടെ മെഡിസിനൊക്കെ മേടിച്ചു കൊടുത്താൽ എന്തോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ മെഡിസിൻ മേടിച്ചു കൊടുക്കാൻ ഇച്ചിരി താല്പര്യ കക്ഷിയാണെന്ന് തോന്നുന്നു. അന്നിപ്പോ കണ്ടാൽ തന്നെ അറിയാലോ എന്തോ നല്ല താല്പര്യത്തിലുള്ള ഒരാളാണ്. കോഴിക്കൂട്ടിലെ കുറുക്കൻ അല്ലല്ല, കുറുക്കന്റെ കൂട്ടി വന്ന കോഴി അങ്ങനെ പറയാല്ലേ. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായുണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ഭർത്താവ് എന്നുള്ള ഒരാള് നിൽക്കുമ്പോഴത്തേക്കിന് അയാൾ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കേ. ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഫിറോസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പല കഥകളും കേട്ടതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷെ ഫിറോസ് ഈ ഒരു ബന്ധത്തിന് വേണ്ടി കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട് കിടന്ന് അലഞ്ഞ് നടന്നൊരുത്തനാ. കണ്ടവന്റെ കൂടെയൊക്കെ ഇവൾ അവരാധിച്ച് പോയിട്ട് അവരാധിച്ചെടുത്തുന്നുള്ള തിരിച്ചു വന്നപ്പോൾ ഇവ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എല്ലാവരെ കൊണ്ട് കഴിയുന്ന കാര്യമൊന്നുമല്ല അളിയാ. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവള് വേറെ ആരെല്ലാം ഉണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ട്, ഫിറോസുമായിട്ടുള്ള ഒരു കുഞ്ഞുണ്ട്. ഇപ്പൊ അടുത്തത് പൂക്കുറ്റിയുടെ 2 വെടിക്കുറ്റി, അതിൽ ഒരു കുറ്റി പോയി, 2ാമത്തെ കുറ്റി അടുത്തത്. എടാ ഇവരുടെയൊക്കെ അവസ്ഥ, ഇവരൊക്കെ വല്ലതും അറിയുന്നവരാണോ? ഈ പറയുന്ന സ്ത്രീ അവരുടെ ആ ഒരു സമയത്ത് ആഗ്രഹത്തിനോ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ വെടിക്കെട്ടിന് പൂക്കുറ്റി കൂത്താൻ പോയ കണക്ക് എനിക്കറിയാൻ വയ്യ എന്താ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ ഉദ്ദേശം എന്താണെന്നുള്ളത്. ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ, എല്ലാം ഞാൻ എനിക്ക്. ഇവള് വ്യക്തമായ ടോർച്ചറിങ് കേട്ടോ. ഇവള് വ്യക്തമായി ഈ അണ്ണന്റെ പൂക്കുറ്റി പെടുത്തിയതാ. അണ്ണന്റെ പൂക്കുറ്റി പൊട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേന് അത് വ്യക്തമായിട്ട് പെടുത്തിയതാ. കണ്ടില്ലേ ഭാര്യ അടുത്തൊക്കെ പോയി പറയാനെന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു മര്യാദ ഉള്ളവരാണ്, നിങ്ങളോട് സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ വരുന്നത്. അതാര് നിങ്ങളുടെ കൂടെ ഒന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കത്തല്ലേ ഉള്ളത്. ഇത് അങ്ങനൊന്നും അല്ല കേട്ടോ. അണ്ണന്റെ പൂക്കുറ്റി നല്ലോണം പൊട്ടുമെന്ന് മനസ്സിലായതാ.
നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയും നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതല്ല. കാലിക്കട്ട് വിവാന്ത നിങ്ങൾക്ക് വിവാദകരമായ ഒരു പബ്ലിസിറ്റി കിട്ടിയിരിക്കുന്നത്. കാലിക്കട്ട് വിവാദയിലാണ് നമ്മുടെ റസൂ പൂക്കുട്ടിയും സജിനെയും കൂടെ കഴിഞ്ഞ് റൂം എടുത്തതും പിടിച്ചു വെച്ച് കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഒപ്പിച്ചു കൊടുത്തപ്പോൾ കാലിക്കട്ട് വിവാദ നിങ്ങൾക്ക് നല്ലൊരു ഫ്രീ പ്രൊമോഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള തരുണി മണികൾക്ക് വിവാദയിലേക്ക് ചെല്ലാവുന്നതാണ്. വിവാദകരമായി എന്തും ചെയ്യാം, വിവാദകരമായി പുറത്തു വരുമ്പോൾ പറയാതിരിക്കാൻ മറക്കുകയും ചെയ്യരുത്. അത്രേ ഉള്ളൂ കേട്ടോ പറയാനായിട്ടുള്ളത്. എല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ എടുക്കുക എനിക്കത് ഇഷ്ടമല്ലാതെ സജിന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നു. നിങ്ങൾക്കത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അങ്ങേര് പിന്നെ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് എന്താ വേണം, വാഴയ്ക്കത് തുളയിട്ടടിക്കാൻ വേണ്ടിയിട്ടോ? എനിക്ക് മനസ്സിലാവത്തില്ല. പ്രൊട്ടക്ഷൻ എടുത്ത് ഇഷ്ടമല്ലല്ലേ? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്റൻഷ്യലി ഒരു കുട്ടിയെ വേണമെന്നുള്ളത്. 2 എന്താണെന്നറിയോ, മതിയാവുന്ന സുഖം അതിനകത്ത് ലഭിക്കാതെ വരുമ്പോഴാണ്. ഈ ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് അല്ല. ഇനി അള്ളാനെ പിടി, അള്ളാടെ പണി ഇതല്ലേ? കണ്ടവന്റെ കൂടെ പോകുമ്പോഴത്തേന് കുഞ്ഞുണ്ടാക്കുമ്പോഴത്തേന് അതിന് കുഞ്ഞ് വന്നപ്പോഴത്തേന് അള്ളാ വന്നതെന്ന് പറയാനായിട്ട് അയാൾക്ക് വേറെ പണിയൊക്കെ ഉണ്ട്. നല്ലോണം ജീവിക്കുന്ന ആൾക്കാരെ 4 നേരം 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരെ കൂടെ നടക്കണം. അവരെ കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാതെ കണ്ടവന്റെ പോയി പൂക്കുറ്റി വെടി പൊട്ടിച്ചിട്ട് ആ വെടിക്കെട്ട് കൊണ്ടായ കൊച്ചു അള്ളാ വന്ന കൊച്ചാന്ന് ഓരോരോ നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഡാർക്ക് ഡേ ആണ് ആ ഡേ. എന്തിന് അത് ഒരു ഡേ അല്ല, 1-ലധികം ഡേയ്സ്. അതിനകത്ത് 2-3 തവണ വെച്ചപിടി പൊട്ടുകയും ചെയ്തു. ഈ കഷ്ടം തന്നെയല്ലേ. പത്തറ്റിക് സിറ്റുവേഷൻ എന്താണെന്നറിയാം, പിള്ളേരുടെ കാര്യം തന്നെ, അതല്ല വേറൊന്നുമില്ല. ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവൾ പല രീതികളുടെ അഭിനയം, അഭിനയിക്കുന്നു എല്ലാം കാര്യം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവിടെ നിർത്താം, എനിക്ക് അങ്ങനെ ഒരു ബേഡൻ അതിൻ്റെ തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്തു, ഒരു 2-3 ഇങ്ങനെ ടക്ക് 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 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. ഇതെന്താ ഇൻസിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
സജിനയായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് ഇവരുടെ വീട്ടിനടുത്തുള്ള, അതായത് സജിനയുടെ വീട്ടിനടുത്തുനിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള നിയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അടുത്താണ് സജിന എങ്ങനെയുണ്ട്, ആളെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നിയാസ് പറഞ്ഞു സജിന അടിപൊളിയാണ്, കിടിലമാണ്, കല്യാണം കഴിക്കാൻ അടിപൊളിയാണ് എന്നൊക്കെ കേട്ട പാതി ഇക്ക ഓടിച്ചെന്നിട്ട് സജിനയെ കല്യാണം കഴിക്കുന്നു, വീട്ടിൽ കൊണ്ടുവരുന്നു, താമസിക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം സജിനയുടെ ഫോണിൽ നിന്നും ഒരു ചാറ്റ് ഇദ്ദേഹം കാണുന്നു. ചാറ്റ് ആരുമായിട്ടുള്ളതാണ്? ഇതേ തന്നെ കല്യാണം ആലോചിച്ചിട്ടുള്ള നിയാസിന്, അതായത് പെണ്ണെങ്ങനെയുണ്ടെന്ന് തിരക്കിയ ഒരാളുണ്ടല്ലോ, ആ ആളുടെ ആയിട്ടുള്ള സജിനയുടെ ചാറ്റ്. ആ ചാറ്റ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർ തമ്മിൽ ഡിങ്കോളിഫിക്കേഷൻ ആയിരുന്നു. അതായത് ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്, ആ രീതിയിലുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിൽ അവനുണ്ടായിരുന്നു, ആ രീതിയിൽ തന്നെ നടന്നിരുന്നവരായിരുന്നു ഇവർ രണ്ടുപേരും എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കെ. ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് ചെന്ന് ചോദിച്ച വ്യക്തിയാണ് ആ പെണ്ണിന്റെ സെറ്റപ്പ്. എന്നാ കൊല്ലം ജില്ലയിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത് കയറാത്ത? ഞാൻ കൊല്ലമാണല്ലോ, ഞാൻ ഉണ്ട്. എന്തേ മറ്റേ തൊപ്പി പറഞ്ഞൊക്കെ മെഡിക്കൽ എടുക്കാനോ പൊടിക്കൽ എടുക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ ഞാൻ ഉണ്ട്, വേണം വിശ്വസിച്ചാൽ. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞായി, കുഞ്ഞിന് 2 വയസ്സായി. അങ്ങനെ കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. ഫയലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യം ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് സാധനം. ചേച്ചി ഓടി നടക്കും. അതായത് ജില്ല വിട്ട് മാറുക എന്നുള്ളത് എന്തോ ഒരു പ്രധാന ഹോബിയാണ്. അതായത് കൊല്ലം ഏകദേശം കംപ്ലീറ്റ് ആയി, തിരുവനന്തപുരത്തിന്റെ പകുതി ഭാഗം ആറ്റിങ്ങൽ ഉൾപ്പെടെ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് ഇനി നമുക്ക് ഇവിടെ അല്ല, അങ്ങ് മലബാർ ഏരിയയിലേക്ക് പോവാം. മലബാർ ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കോടീശ്വരന്മാരുണ്ട്, ഒരുപാട് കുഴൽപ്പണത്തിന്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെന്നുള്ളൊരു എന്തോ അറിവ് കൊണ്ടായിരിക്കാം നേരെ അങ്ങോട്ടേക്ക്. അവിടെ ആകുമ്പം ഇവിടെ 2000 രൂപ കിട്ടുന്നത് അവിടെ ഒരു 4000 രൂപയെങ്കിലും ഒരു കാര്യത്തിന് കിട്ടുമെന്ന് ചേച്ചിക്കറിയാം. അങ്ങനെ അവിടുത്തെ താമസം മാറി ഇവരെല്ലാം കൂടി ഒരു ഫ്ലാറ്റിനടുത്തേക്ക് മാറി താമസിക്കുന്നു. ആ ഫ്ലാറ്റിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു സിനിമ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാമിലി, കുടുംബം, അതായത് ഭാര്യ ഭർത്താവ് 2 പേര് സിനിമ ഫീൽഡ്. അങ്ങനെ അവരുമായിട്ട് കമ്പനി ആവുന്നു, അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആവുന്നു, അങ്ങനെ ആത്മബന്ധമാകുന്നു. ഇവർ 2 പേരും ആത്മബന്ധമായിരിക്കുന്ന സമയത്ത് അങ്ങനെ മലപ്പുറത്ത് ഒരു ഷൂട്ട്, അതായത് ആൽബം. അന്നൊക്കെ ഒരു ആൽബം സോങ് ഭയങ്കര ട്രെൻഡാണല്ലോ 8 വർഷം മുമ്പൊക്കെ. അപ്പോൾ ആൽബം സോങ് ഷൂട്ടിനായിട്ട് അഭിനയിക്കാനുള്ള ത്വര മൂത്തിട്ട് ചേച്ചി പറയുന്നു എന്നെ കൊണ്ടുപോവുക, എന്നെ കൂടെ അവിടെ കൊണ്ടുപോകുക, മലപ്പുറത്ത് ഞാനും വരട്ടെ, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേന് സെറ്റ് ചെയ്യുന്നു. ഒറ്റപ്പോക്ക് മലപ്പുറത്തേക്ക്. ഒരു ആൽബം സോങ് എടുക്കാനായിട്ട് ഒരാഴ്ച. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആൽബം സോങ് എടുക്കാനായിട്ട് ഒരാഴ്ച. ഇനിയാണ് ആ കഥയുടെ ബാക്കി. അങ്ങനെ പോയപ്പോഴത്തേക്കിന് അവിടുത്തെ പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ട് 2 പേരുമായിട്ട് ചേച്ചിക്ക് കഥകൾ ഞാൻ ഇങ്ങനെ കാണിക്കില്ല. ഇത് തിരശീല ഉടനെ ഒന്നും തീരത്തില്ല, ഇത് പൂക്കൂറ്റിയിലൊതുങ്ങത്തില്ല, ഇത് വലിയൊരു മാലപ്പടക്കം. പക്ഷെ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിന്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് നയൻതാര സൈഡിൽ നിൽക്കുന്നുണ്ടോ? നയൻതാര പണ്ടോട്ടെ തെറ്റായിരുന്നു കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇങ്ങനെ പല വ്യക്തികളുടെയും പേര് പറഞ്ഞിട്ട് ഇവരവരുടെ ക്യാരക്ടർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നയൻതാര എന്ന ഈ പേരിനോട് ഒരല്പമെങ്കിലും മുഖശേപ്പുള്ളത് ഈ ഒരാൾക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിക്കുന്നു. ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജിനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അതിപ്പോൾ അണ്ണൻ ഞങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത്രയും കഥ കേട്ടപ്പോഴും ഇനി കേൾക്കാൻ പോകുന്ന കഥ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അതിന് ഇനിയിപ്പോൾ അവൾക്ക് അങ്ങനെ നാണോ മാനോ ഒന്നും ഇല്ലാത്തവളാണ്, അവൾക്ക് ഭയങ്കര ധൈര്യമാണ്, അവൾക്ക് ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല, അവൾക്ക് മറ്റേ കാട്ടുപോത്തിന് തൊലിക്കട്ടെ അങ്ങനെ പറയണത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു പോയാൽ മതി മനുഷ്യ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഊഹിച്ച് വായിലെഴുതി കൂട്ടി എടുത്തോളാം. പക്ഷേ എടുക്കുന്ന കാര്യം സത്യമായിട്ടുള്ള കാര്യമായിരിക്കും. നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടും, നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വരട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും 2 വർഷത്തോളം 2.5-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സജിനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷേ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്
ഈ ഷാനി ഫൈരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്ന ഓരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്ന ഒരു ടീമാണ്. അങ്ങനെ ഇവനെന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് പറഞ്ഞു 1 കോടി രൂപ തമ്പുരാനെ ഐ ലവ് യു, ഐ എം ഓൾവേസ് വിത്ത് യു, യു ആർ മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, ഐ റിയലി ലവ് യു സോ മച്ച്. ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്. മറ്റേ പൈങ്കിളി സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് iCloud-ലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അതായത് 8 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഡയറക്ടറായിട്ട് അങ്ങനെ ഒളിച്ചോടെന്ന് പറഞ്ഞല്ലോ. ഈ ഒളിച്ചോടാൻ നേരം ഫിറോസിന്റെ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് ഇവർ എഗ്രിമെന്റ് എഴുതുന്നൊരു വീഡിയോ, അതിനകത്ത് വ്യക്തമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ഇത്രയും തെളിവുകൾ ഇയാളുടെ കയ്യിലിരിപ്പുണ്ട്. ഇയാൾ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഇവളുടെ കൂടെ വീണ്ടും നടന്നിരുന്നത്. ആലോചിച്ച് നോക്കേ. അതൊക്കെ കുറച്ച് ആൾക്കാരെ കൊണ്ട് പറ്റത്തുള്ളൂ. ഉള്ള കാര്യം നമ്മൾ എന്തൊക്കെ റിയാക്ട് ചെയ്താലും ഒന്നും എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോകുക എന്നുള്ളത്. ഒന്നുമില്ല, ഒന്നിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെന്റൽ ട്രോമ വരും, കുത്തൽ വരും. എനിക്കറിയത്തില്ല. പിന്നെ ഒപ്പിടല്ലേ, ചിരിക്കല്ലേ, ഇതാരുടെ ഇഷ്ടത്തിലാണോ ചെയ്യണം? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടുണ്ടോ? പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും കള്ളാന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചേച്ചി, സൂപ്പർ ചേച്ചി, ആറ്റം. യോ ദൈവമേ, ഈ തലയും ഈ ഉടലും മ്യൂസിയത്തിൽ വെക്കേണ്ടതാ. പുറത്ത് വിട്ട് കളയല്. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് പടരും അന്തരീക്ഷത്തിൽ പടർന്നു കഴിഞ്ഞാൽ പല സ്ത്രീകളിലേക്കും ഇതിന്റെ ആകർഷണം എത്താം. അങ്ങനെ മനുഷ്യരാശിയുടെ മാനവ ബന്ധത്തിന്റെ ഉന്മൂലനം തന്നെ നശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇത് നടക്കാനായിട്ട് പോകുന്നത്. സോ ബി കെയർഫുൾ. ലൈക്ക് COVID-19 അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തക്കാളിപ്പനി കേട്ടല്ലോ. ഓക്കെ, 3 മാസം അവർ ജീവിച്ചിട്ട് ലാസ്റ്റ് അവനൊരു ഫ്രോഡാണെന്നുള്ളത്. കാരണം അവൻ വണ്ടിയുടെ പരിപാടികൾ, അതായത് റെൻറ്റ് വണ്ടികൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ വേറെ റെൻറ്റ് വെച്ച് അങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സൊക്കെയാണ് അവൻ ചെയ്യുന്നതും. കംപ്ലീറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളാണ്. അവന് കാക്കനാട് ജയിലിൽ കുറച്ച് നാൾ കിടന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ കണ്ണൂർ ജയിലിൽ അവൻ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത പക്ക ഫ്രോഡായിട്ടുള്ള ഒരുത്തരാണ്. അങ്ങനെ അവൻ്റെ ഫ്രോഡ് ക്യാരക്ടറൊക്കെ സജിനയ്ക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിക്കുന്നു. ഞാൻ വരും, എനിക്ക് നിങ്ങളില്ല പറ്റില്ല, എന്തായാലും ഞാൻ വരൂക്ക, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയട്ടെ. അപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമായി പുള്ളി വരുമെന്ന് പറയുമ്പോൾ. കാരണം കുഞ്ഞൊക്കെ ആ സമയത്ത് വല്ലാത്ത ഫിറോസൊക്കെ അപ്പൊ സന്തോഷമായി. ഫിറോസൊക്കെ അപ്പോഴത്തേന് അയൽക്കാർക്ക് എല്ലാം ഓരോ മുട്ടായി മേടിച്ചു കൊടുത്ത് എല്ലാവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലഡു വിതരണമൊക്കെ നടത്തി. മക്കളുടെ അടുത്ത് പറഞ്ഞ് അമ്മ വരുന്നുണ്ടോ മക്കളെ, കുറച്ചാൾ ടൂർ പോയക്കാരത് എല്ലാം മതിമറന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തില്ലേ. സ്റ്റേജിലായിരുന്നു. ഈ സജിനയുടെ മകളില്ലേ, ഈ മകള് ആക്ച്വലി സജിനയുടെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് ഈ 2 കുഞ്ഞുങ്ങളെ ഇവൾ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ പാല് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവരുമായിട്ട് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റോ എല്ലാവരുടെ മുന്നിലും വീഡിയോയിലൊക്കെ എന്ന് പറയും എൻ്റെ ഉമ്മയാണ് വലുത് എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അവളുടെ സുഖം തന്നെയാണ് അവൾക്ക് വലുത്. ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ അതോ സാധനം വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമല്ല. അപ്പോൾ അത് ഇവരുടെ ഉമ്മായിക്കും അറിയാം. അവർ ഉമ്മാക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കൊച്ചിനെ ഒരിക്കലും സജിനയുടെ കൂടെ വിട്ടില്ല. ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് പോലും ഞാനാണ്, ഇവൾ രാവിലെ എഴുന്നേക്കില്ല, അതായത് ഉച്ചയ്ക്ക് ഒരു 12-12:30 ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവൾ ഉണർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഇട്ടുകൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് അവളെ മോളെ വാവയെന്ന് പറഞ്ഞ് എഴുന്നേൽക്കണം. ഇല്ലേ ഭയങ്കര വയലൻസാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്ന, ഈ മോളും വന്നിരിക്കുന്ന സമയത്ത് ഞാനാണ് രാവിലെ എഴുന്നേറ്റ് ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നത്.
ആ കുഞ്ഞിനെക്കുറിച്ചാണ് സജിന പരാമർശിച്ചത്. ഞാൻ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നു, ഇതേ കുഞ്ഞിനെ വെച്ചിട്ടാണ് പോക്സോ ഇട്ട് തരുമെന്ന് ഇവൾ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളത്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണ മമ്മി എന്നാണ് വിളിക്കുന്നത്, ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് വേണ്ടത്തുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ ഒരു നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ ഇന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസർ കുത്തുവള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിലൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ച് പറയുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് ലേക്ക് വ്യൂ ഐലൻഡ് റിസോർട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ആ റിസോർട്ടിൽ വെച്ചിട്ട് ഇവരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ വിഷയമായിട്ട് ലാസ്റ്റ് ഇവന് പേടിയായിട്ട്, ഞാനിവനെ ലോക്ക് ചെയ്യുന്ന പേടിയായിട്ട് അവൻ അവിടെ എസ്കേപ്പായി. അപ്പോൾ ഈ സജിന ഇതൊക്കെ ഒരു കൂളായിട്ടാണ് കാണുന്നത്. അവൾക്ക് അപ്പോഴത്തേക്ക് അങ്ങ് നല്ല ധൈര്യം, അവൾക്ക് എന്ത് വന്നാലും ഇനി കൂസലില്ലാത്ത രീതിയിൽ അവൾ വലിയ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളത്. അതായത് ഞാൻ അവളെ കൊണ്ടുവന്നതാണ് ബിഗ് ബോസിലായാലും അവളുടെ അഭിനയ മോഹം കൊണ്ട് എൻ്റെ കൂടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് ഷോസിൽ കൊണ്ടുവന്നു. ഇത് കൂട്ടായിട്ട് അവളുടെ അതേ ക്യാരക്ടറാണല്ലോ സജിനെ, അവരെ കൂടെ പിടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന ആ സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വേദനയൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഉബി, അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടലെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നു. പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ്സിങ് എന്ന് പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്ക പ്രണയത്തില്ല. ഇവൾക്കൊന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവനുമായിട്ട് അങ്ങ് പക്ക പ്രണയത്തിലായി അതും ഞാൻ പൊക്കുന്നു. ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നെങ്കിൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഇത് ഞാൻ ചുരുക്കി പറയുകയാണ്. കാരണം അങ്ങനെ അത് ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു, അത് ഞാൻ പിടിക്കുന്നു, ഇവനെ പല പ്രാവശ്യങ്ങളിൽ വിളിക്കുന്നു, ഇവൻ്റെ നാട്ടിൽ പോയിട്ട് ഇവനെ കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ അത് ഈ ലക്ഷ്മിയാണ് പരിചയപ്പെടുത്തുന്നത്. ലക്ഷ്മി അത് കഴിഞ്ഞുടനെ അടുത്ത ആളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവർ ഗൾഫിലൊക്കെ പോകുന്നുണ്ട്. ലക്ഷ്മി ഗൾഫ് ഷോ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരിക്കലും പൂട്ടിയിടാൻ പറ്റില്ല, അത്ര ഇതാണ്. ഇതിലേറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ, വേദനാജനകമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സജിന ഞങ്ങൾ പുതിയ വെച്ച വീട്ടിൽ താമസിക്കുമ്പം രാത്രി 12 മണി ഇവർ ഇങ്ങനെ ലക്ഷ്മിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് കണ്ടാകെ റിട്ടയർഡ് ആയിരിക്കുക. രാത്രി 12 മണിയായപ്പോഴത്തേക്ക് ഇവൾ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതായത് ലക്ഷ്മി അവിടെ എത്തിക്കഴിഞ്ഞു, ഇവർക്ക് പോകണം. അപ്പോൾ ആ രാത്രി ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഇവിടെ പോകണം. ഞാൻ വിടത്തില്ല, കാരണം എനിക്കറിയാം പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മനുവിനെ കാണാൻ അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഇതെനിക്കറിയാം. ഞാൻ വിടില്ല. പക്ഷേ അവൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, കത്തി വെച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് കോഴിക്കോട്ട് പോകണം. ഇപ്പം നിങ്ങൾ പറയും നിനക്ക് പോയി ചത്തൂടെയെന്ന് ചോദിക്കും. പക്ഷേ അത് ആ സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാനത് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മാനു ഒന്ന് പിക്ക് ചെയ്യുന്നു. ഒരു താറ് വണ്ടിയായിരുന്നു, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനകത്തിരുന്നുകൊണ്ട് ഇവർ നൈറ്റ് ഡ്രൈവിന് പോവുകയാണ്. എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അപ്പം മോനും ഞാനും അവിടെ ആ രാത്രിയിൽ ഈ വീഡിയോ കോളും കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പം അത്ര ക്രൂരയാണ്. അവളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും കളിക്കും. അപ്പൊ ഇതെല്ലാമാണ് സജിന ചേച്ചിയുടെ കഥകൾ. തീർന്നിട്ടില്ല, ഇതിന്റെ അടുത്ത പാർട്ട് വരുന്നുണ്ട്. ഒരു മര്യാദ, ഒരു അല്പമെങ്കിലും മര്യാദ ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഒരാള് സഹിക്കാവുന്നവന്റെ മാക്സിമം സഹിച്ച് അവസാനിപ്പിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ മാറിപ്പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മാറിപ്പോയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പുറത്ത് പറയുന്ന കഥകൾ, ഇടുന്ന വീഡിയോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഫിറോസ് ഏതോ വലിയ രാജ്യദ്രോഹിയാണ്, ആ രീതിയിലൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നത്. സത്യം പറഞ്ഞാൽ അത് കണ്ട ഒരുപാട് പേര് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. വളരെ കഷ്ടപ്പെട്ടൊരു കാര്യം തന്നെ. അപ്പം ബാക്കി കാണാം നമുക്ക് എന്തായാലും.